അതായത് ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഫോർദോ ആണവ നിലയം, അതിലേക്കുള്ള റോഡുകളിലേക്കൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്നും എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഒക്കെ കടത്താനുള്ള ശ്രമം ഒക്കെ നടക്കുന്നുണ്ട് എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അതിനാലാകാം ഒരുപക്ഷെ അതിലേക്കുള്ള റോഡുകളൊക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു അവസ്ഥ. ഒപ്പം തന്നെ IRGCയുടെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കാര്യാലയത്തിലേക്ക് ആക്രമണം നടത്തുന്നു. നിരവധി അവരുടെ ഈ അംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യാലയത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ IRIBയിലേക്ക്, അവരുടെ സ്റ്റുഡിയോയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള ആക്രമണം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് എവിൻ ജയിൽ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ജയിലുണ്ട്. അതായത് വളരെയധികം ക്രൂരതകൾക്ക് പേരുകേട്ട ജയിലാണ്. ഇറാൻ റെജീമിനെതിരെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ അത് ആക്ടിവിസ്റ്റുകൾ, അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ജയിലാണ്. അതിനെതിരെ ആക്രമണം അതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിൻ്റെ കവാടത്തിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു ചെയ്തത് എന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാന്റെ ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ ഒരു ക്ലോക്ക് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ നാശത്തിലേക്ക് ഒരു കൗണ്ട് ഡൗൺ ആണ് അത് സൂചിപ്പിക്കുന്നത്. 2040 ആകുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു നാശം സൂചിപ്പിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് അതും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്.